ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിടിലം ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ എന്ന് പറയാം. നല്ല അടിപൊളി അയില വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം മസാല പുട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒരു കറികളുടെ ആവശ്യമില്ല, തനിയെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഇല്ലേ, അതിൽ ഓൾ ഓപ്ഷൻ തന്നെ കൊടുക്കണേ. എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ അയലയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മുള്ളു കുറവുള്ള മീന് വേണ്ടി കുടിക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ നോർമൽ മസാലയാണ് റെഡിയാക്കിയത്. ഇതുപോലത്തെ മസാല മതി കേട്ടോ. കുറച്ച് മഞ്ഞൾ, ഉപ്പ്, മുളക് പൊടി, ഒന്നിക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മീനിൽ തേച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ്. എന്നിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. ഇത് പിന്നെ ഡീറ്റെയിലായിട്ട് കാണിക്കണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് മൊരിച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യട്ടെ. എങ്കിലേ കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മസാലയിൽ നിന്ന്. അല്ലാണ്ട് ഓവർ സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുന്ന സമയത്ത് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, എല്ലാം കൂടി ആകെപ്പാടെ കുഴഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ നോർമൽ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ല, രണ്ട് സൈഡ് അത്യാവശ്യം നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സെയിം പാനിൽ തന്നെ കുറച്ച് മസാല ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിതിൽ കുറച്ച് എണ്ണ അധികം ഉള്ളത് കൊണ്ട് ഒരു സ്പൂണും എണ്ണ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്ക് നമുക്ക് ആവശ്യമില്ല. അതുപോലെ കറിവേപ്പിലൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു 2 വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്കുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇതുപോലെ ഒന്ന് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു 3 എണ്ണമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 വലിയ അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു കുഞ്ഞ് അര ഇഞ്ച് സൈസ് ഇഞ്ചി, അത്ര കുഞ്ഞാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും കൂടാൻ പാടില്ല, കാരണം നമ്മുടെ മീനിൻ്റെ മസാല ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര കുത്തലുണ്ടാവും. അതുകൊണ്ട് എല്ലാം കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ വേറെ ഒരു പൊടികളും ചേർക്കണ്ട കേട്ടോ, ഇത് മാത്രം മതി, ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനൊന്ന് ഇതുപോലെ കൈ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നല്ലപോലെ ചൂടാറിയതിന് ശേഷം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് മുള്ളിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ കട്ട് ചെയ്യുമ്പോൾ നല്ല കുഞ്ഞാക്കിയിട്ട് കട്ട് ചെയ്യേണ്ട. അതുപോലെ തന്നെ മിക്സിയുടെ ജാറിലൊന്നും ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാനൊന്നും പാടില്ല കേട്ടോ. കൈ വെച്ചിട്ട് കുറച്ച് വലിയ പീസായിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് അടർത്തി ഇട്ട് കൊടുക്കുക, അത്രമാത്രം. അപ്പോൾ ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ മൊത്തത്തിൽ മുള്ളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ഈ ഒരു മസാലയിലേക്ക് മൊത്തത്തിൽ ഫുള്ള് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മീൻ ഞാനിവിടെ 2 എണ്ണം എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസിലും അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയില, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ, ഒട്ടും തന്നെ നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ ചെക്ക് ചെയ്യണേ, ഉപ്പ് കുറവായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ അതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് അടച്ച് വെച്ച് കൊടുക്കാം. ഒന്നെല്ലാം കൂടി സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ സെറ്റായി ആവി വരും കേട്ടോ. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്ക് പുട്ടിനേക്കുള്ള മസാല പുട്ടല്ലേ റെഡിയാക്കുന്നത്, അതുകൊണ്ട് തന്നെ പുട്ടിനേക്കുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് നിങ്ങൾക്ക് എത്ര പുട്ടുപൊടി വേണം അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാനിവിടെ 2 കപ്പാണ് എടുക്കുന്നത്. പുട്ടിന് പിന്നെ എല്ലാവർക്കും പുട്ട് കുഴക്കാൻ അറിയാമല്ലോ, അതുകൊണ്ട് പിന്നെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ 2 കപ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ടൈമിൽ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ചായിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. നല്ലപോലെ തന്നെ കുഴച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ പുട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ ഒന്ന് ചിരക്കി വെച്ചിട്ടുണ്ട്. ഇതൊട്ടും തന്നെ നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ എടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് പുട്ട് നിറക്കുന്നതെന്ന് നോക്കാം.
അപ്പോൾ ഇനി നമുക്ക് പുട്ട് നിറച്ചെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 1 സ്പൂണൊക്കെ മതിയാകും. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് 1-2 സ്പൂണോളം മസാല ഇട്ട് കൊടുക്കുക. മസാല അത്യാവശ്യം ഇട്ട് കേട്ടോ, കാരണം നമ്മളിത് കറിയൊന്നും ഒഴിച്ച് കഴിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് അത്യാവശ്യം വേണം. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് പുട്ടുപൊടി എത്രത്തോളം വേണം അതും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എന്തിനാ ഫസ്റ്റ് തേങ്ങ ഇട്ടേന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചില ടൈമിൽ മസാല പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് മുകളിലേക്ക് പെട്ടെന്ന് ആവി കയറി വരില്ല കേട്ടോ, അതവിടെ ബ്ലോക്കായ പോലെ ഇരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മസാലയുടെ ആ ഒരു വെള്ളമൊക്കെ തട്ടിയിട്ട് ഹോൾസൊക്കെ അടഞ്ഞിട്ട് ആവി ചിലപ്പം കയറില്ല, അതിന് വേണ്ടിയിട്ടാണ്. അത് നിർബന്ധമായിട്ട് ഫസ്റ്റ് ലെയറിൽ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ പിന്നീട് നമുക്ക് തേങ്ങയുടെ ആവശ്യമില്ല. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ലെയറായിട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സെക്കൻഡ് ലെയറിലും ഞാൻ ഇതുപോലെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും 2-3 സ്പൂണായിട്ട് പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും മസാല വെക്കുക കേട്ടോ. തേങ്ങ ആ ഒരു ഫസ്റ്റ് ഭാഗം മാത്രം ഇട്ട് കൊടുത്താൽ മതി, പിന്നീട് ആവശ്യമില്ല. അപ്പോൾ ഇതാ ലാസ്റ്റ് ഞാൻ മസാലയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ 2 വലിയ പുട്ടാക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെയാണ് കേട്ടോ കാണാനും കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുക. കാരണം ഓവർ കുഞ്ഞാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരണം നമുക്ക് ഓരോ ലെയറിൽ മസാല വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നിറഞ്ഞു കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ അതിന് ശേഷം അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം കണ്ടില്ല നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം സാധാ നോർമൽ എങ്ങനെ നിങ്ങൾ പുട്ട് ചുട്ടെടുക്കുന്നു ആ ഒരു ടൈം വെച്ചിട്ട് ചുട്ടെടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. പിന്നെ ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവേണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല പുട്ട് റെഡി ആയിട്ടാണ്. നല്ലപോലെ വെന്തതിന് ശേഷം കണ്ടില്ലേ ഇതുപോലെ ഞാൻ കുത്തി കൊടുക്കുന്നുണ്ട്. സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നല്ല ഈ കാണാനുള്ള ലുക്ക് പോലെ തന്നെ കഴിക്കാനാണെങ്കിൽ ഒന്നൊന്നര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കാരണം ഒരുപാട് അങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ, സാധാരണ എല്ലാവരും വീട്ടിലുള്ളത് തന്നെ. പിന്നെ അതിൽ എപ്പോഴെങ്കിലും നമ്മൾ വീട്ടിൽ കറിയൊക്കെ വെക്കാൻ വാങ്ങുന്ന സമയത്ത് ഒരു തവണ ഇങ്ങനെയൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എല്ലാ ഫീഡ്ബാക്സും അറിയിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്